ഹായ്, ഇവിടെ കുറേ ടയേഴ്സ് കണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരി മൂർക്കനാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. വളാഞ്ചേരിയിൽ നിന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ഉള്ളോട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ടയർ ബേ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇവിടെ കുറേ യൂസ്ഡ് ടയേഴ്സ് ഉണ്ട്. യൂസ്ഡ് ടയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായി യൂസ് ചെയ്തതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ആ രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഒരു 200cc മുകളിൽ വരുന്ന വണ്ടികളുടെ ടയേഴ്സാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം പ്രീമിയം ടയേഴ്സ് മാത്രമാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ടയറും കാര്യങ്ങളൊക്കെയാണ്. 5000 തൊട്ട് 15000 വരെ ഇവരുടെ ടയേഴ്സിന് ഇവർ ലൈഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഇവർ തിരിച്ചു തരുന്നതായിരിക്കും. അതല്ല 2 വീക്കിന് ടയേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ വേറെ ടയർ തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഓൾ ഇന്ത്യ എവിടേക്ക് വേണമെങ്കിലും ഇവർ കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ റേറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ മച്ചാൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പോൾ ആൾ നമുക്ക് അത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും. ബ്രോ, ഇവിടെ എത്ര റേറ്റ് തൊട്ടാണ് ടയറുകളൊക്കെ തുടങ്ങുന്നത്? ഇവിടെ നമുക്ക് ബാക്ക് ടയർ വന്നിട്ട് നമുക്ക് 2300 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ബാക്ക് ടയേഴ്സ് ഏത് കമ്പനിയുടെ? അതെല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആണ്. നമ്മുടെ പിറലി, മെറ്റ്സിലർ, ബ്രിഡ്സ്റ്റോൺ, കോണ്ടിനെന്റൽ, അങ്ങനത്തെ ഒരുപാട് ഫോറിൻ ബ്രാൻഡ്സുകളാണ്. മെയിനായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ ബൈക്സ്, റേഡിയൽ ടയേഴ്സ് ആണ് എല്ലാം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രീമിയം കാറ്റഗറി വരുന്ന ടയേഴ്സ് ആണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. യൂസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ചില ടയേഴ്സ് കണ്ടാൽ നമുക്ക് യൂസ്ഡ് ആണെന്ന് തോന്നില്ല. കാരണം അത്രയും ഒരു 95, 97, 99% ത്രെഡ് നമുക്ക് ഉണ്ടാവും. നമുക്കൊരു 50-60% ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഒരു 95 തൊട്ടുള്ള അത്ര വരുന്ന ത്രെഡുള്ള ടയേഴ്സ് നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതായത് നമുക്ക് ബാക്ക് ടയർ ആകുമ്പോൾ 2300 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ ആകുമ്പോൾ നമുക്ക് 1500 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് 5K to 15K ആണ് നമ്മൾ പറയുന്ന ഒരു കിലോമീറ്റർ റേഞ്ച്. നമുക്ക് അതിൽ കൂടുതൽ കിട്ടിയവരുണ്ട്. 18,000, 19,000 കിട്ടിയ കുറഞ്ഞ് കിട്ടിയവരുണ്ട്. 7,000, 8,000 കിട്ടിയവരുണ്ട് നമുക്ക് കസ്റ്റമർ. അത് ഓരോരുത്തരുടെ യൂസേജിനെ ഡിപ്പെൻസ്. 5000 എന്ന് പറയുന്നത് അത്ര കിട്ടുന്ന ടയേഴ്സിന്റെ റേറ്റിലും കുറവല്ലേ? ആ, റേറ്റ് കുറവാണ്. അതായത് ത്രെഡിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ അനുസരിച്ചാണ് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 95% ത്രെഡ് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ബൈക്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു 650cc മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ബൈക്കുകൾക്ക് സ്റ്റോക്ക് വരുന്നതാണ്. 180, 55, 70 എന്ന് പറയുന്ന സൈസ്. ഇതിനിപ്പോൾ നമ്മളൊരു ഫ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15K അബവ് എന്തായാലും നമുക്ക് കോസ്റ്റ് വരും. ഫ്രഷ് നമ്മൾ ഇത് നമ്മുടെ ഒരു 4500 ആ റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വരുന്നത് ആ ഒരു റേറ്റ് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നമ്മളെടുത്ത് ഒരു 200cc ബൈക്ക് മുതൽ ഒരു 1250cc വരെയുള്ള ബൈക്കുകൾക്കുള്ള ടയർ നമുക്കിവിടെ ഉണ്ട്. അതായത് സൂപ്പർ ബൈക്ക് കാറ്റഗറി വരെയുള്ള ടയർസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു സൂപ്പർ ബൈക്കിന് ഇപ്പോൾ നമ്മളൊരു ടയർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസ്റ്റ് എന്തായാലും ഒരു 20K അടുത്ത ഒരു 15K to 20K എന്തായാലും നോർമലി നമുക്ക് റേറ്റ് വരും. കാരണം അങ്ങനത്തെ ടയർ ഇട്ടിട്ട് അതിന് കാര്യമുള്ളൂ. പ്രീമിയം ബ്രാൻഡ് ടയർസാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റി നമുക്ക് ലേറ്റസ്റ്റ് മാനുഫാക്ചർഡ് ആയിട്ടുള്ള ടയേഴ്സ് നമുക്ക് ഈ ഒരു ചീപ്പ് റേറ്റിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടയറൊക്കെ അതിന് ഉദാഹരണമാണ്. നമുക്ക് അത്രയും ത്രെഡ് കാര്യങ്ങളുണ്ട്. ഒരു ഫ്രഷ് ടയറിന്റെ ഒരു ഒന്നും ചെയ്തില്ലല്ലോ, ഇത് ഉപയോഗിച്ച പോലെ ഫീൽ ചെയ്യണില്ലല്ലോ. അത്രയും പെർഫെക്റ്റ് ടയേഴ്സ് നമ്മൾ സെലക്ടഡ് ടയേഴ്സ്. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ ടയർ കൊടുക്കുമ്പോൾ ആ കസ്റ്റമർക്ക് അത്യാവശ്യം ലൈഫ് കിട്ടണം. ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ടയർ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി നമ്മളൊരു 3 വർഷമായി നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ ആൻഡമാൻ നിക്കോബാറിൽ വരെ ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഷിപ്പ് ചെയ്തിട്ടുണ്ട്. 2 വീക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 2 ഡേയ്സ് നമ്മൾ കസ്റ്റമർക്ക് എത്രയാണോ പേയ്മെന്റ് ചെയ്ത് ആ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഡാമേജ് കംപ്ലൈന്റ് ഉണ്ട് അതിന് പറ്റിയിട്ടുള്ള ഓഫ് റോഡ് ടയേഴ്സ് നമുക്ക് ഇതാ ഇവിടെ. അതായത് ഓഫ് റോഡ് ബൈക്സ് ആയിട്ടുള്ള ഇപ്പോൾ നോർമലി ഇമ്പൾസ്, എക്സ്പൾസ് മുതൽ ഹിമാലയൻ മുതൽ നമ്മൾ അഡ്വഞ്ചർ GS 310, ADV 390 അതിനൊക്കെ വരുന്ന കമ്പനി ഫ്രണ്ട് ടയേഴ്സും ബാക്ക് ടയേഴ്സ് ഒക്കെ ഇതിൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് ബാക്ക് ടയർ നമുക്കൊരു 3K, ഫ്രണ്ട് ടയർ 2.2 ആ റേഞ്ചൊക്കെ നമുക്ക് വരുന്നുള്ളൂ. പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടയർ ഉണ്ടെങ്കിൽ ഇല്ല, ഓൾമോസ്റ്റ് ഫുൾ ത്രെഡ് ആണ്. ഇത് നമ്മുടെ ഡോമിനോറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടയറാണ്. A1ന്റെ ഇത് നമ്മുടെ അടുത്ത് വരുന്ന റേറ്റ് വരുന്നത് 5K ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ നോർമൽ ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നോർമലി റോഡ് യൂസിന് പറ്റിയത് ഡുവൽ പർപ്പസ് അവൈലബിൾ ആണ്. ഓഫ് റോഡും റോഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ക ഓഫ് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോരുത്തരുടെ എന്താ പറയുക റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഇതിന്റെ
കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ സാധാരണ നിങ്ങൾ ഈ സ്റ്റോക്ക് ഇവിടെ കയറ്റിയിട്ട് ഏകദേശം എത്ര സമയം ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്? നമുക്ക് സ്റ്റോക്ക് ഒക്കെ പെട്ടെന്ന് തീരാറുണ്ട്. വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. മാക്സിമം ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ബ്രോയുടെ വീഡിയോ കണ്ടുവരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം പുള്ളിക്ക് ഡിസ്കൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കും. ഡിസ്കൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് കഴിയുന്ന മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു ടയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും ഒരു 2 വീക്ക് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇവരത് കൊറിയർ ചെയ്തു തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഇവരുടെ അടുത്തുണ്ട്. അപ്പൊ റിസ്ക് എടുത്ത് ഇവിടെ വരെ വരണം എന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ മാക്സിമം നമ്മളൊരു കസ്റ്റമർ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ബൈക്കിന് എടുക്കുന്ന പോലെ അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുള്ളൂ. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പറയും. ഇപ്പൊ ഒരു ഓൾ കേരള ഈ സംഭവം അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം? ഒരു ദിവസം മതി നമുക്ക്. ഓൾ ഓവർ കേരള നമുക്ക് ഡെലിവറി ടൈം ഒരു ദിവസമാണ്. ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം ഒരു ദിവസം കൊണ്ട് എത്തും. നോർമലി ഒരു ടയറിന് എത്ര എമൗണ്ട് വരും? ഒരു പെയർ നമുക്കിപ്പോ ഒരു 150 to 180 200 റുപ്പീസാണ് ഒരു ബാക്ക് ടയറിന് വരുന്നത്. പെയർ ആകുമ്പോൾ നമുക്കൊരു 300 റുപ്പീസാണ് നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നത്. അത്രേ വരുന്നുള്ളൂ. പെട്രോളിന്റെ പൈസ നമുക്ക് ഇവിടെ സേവ് ചെയ്യാനായിട്ട് 300 രൂപയോട് നിങ്ങൾ അവരുടെ അഡ്രസ് കൊടുക്കും. അപ്പൊ ഇവിടുത്തെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവരുടെ ടയർ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അപ്ഡേഷൻ വരുന്ന സമയത്തൊക്കെ ഇവർ ഇടുന്ന നമ്മള് വാട്സപ്പ് ഉണ്ട്. ബിസിനസ് നമ്മുടെ വാട്സപ്പിലാണ് ഈ കൊടുക്കുന്ന നമ്പറിൽ ബിസിനസ് വാട്സപ്പ് ആണ്. അപ്പൊ അതിലും അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇവർ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ റൈഡേഴ്സായ ആളുകൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. എന്താണ് ബ്രോ, നമുക്ക് നിർത്തിയാലോ? ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.